ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ എൻ ശേഷാദ്രിനാഥിന്റെ നിയമനത്തിന് അംഗീകാരം. നിയമന ഉത്തരവിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. ശേഷാദ്രിനാഥിന്റെ നിയമനത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരുന്നു. റോഷിപാലാണ് ചേരുന്നത്. റോഷിപാൽ, തീരുമാനത്തിൽ യു ടേൺ ഇല്ല. ശേഷാദ്രിനാഥൻ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എത്താൻ പോവുകയാണ്. വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പ് ഉയർന്നിട്ടും തീരുമാനമായി മുന്നോട്ട് പോകുന്നു അല്ലേ? അഭിനിത, ശേഷാദ്രിനാഥിന്റെ നിയമനത്തിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ പരാതി ഉയർന്നെങ്കിലും അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടെങ്കിൽ പോലും തിരുത്തലിന് തയ്യാറല്ല, യു ടേണിന് തയ്യാറല്ല എന്ന സന്ദേശം വന്നു. ഒടുവിൽ അവസാന നിമിഷം പോലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചാണ്. ദീപാദാസ് മുൻഷി പോലും ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. കാരണം രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പരാതി നൽകിയതാണ്. എൻ ശേഷാദ്രിനാഥിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പരാതി. ശേഷാദ്രിനാഥിന് സംഘപരിവാറുമായി അടുപ്പമുണ്ട്. സംഘപരിവാർ സഹയാത്രികനാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ശേഷാദ്രിനാഥിനെതിരെ പരാതി KPCC ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്കടക്കം നൽകിയത്. പക്ഷേ അത് ഗൗരവത്തോടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒടുവിൽ ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കണമെന്ന ആവശ്യം, ആ ശുപാർശ ഇപ്പോൾ ഗവർണർ ലോക്നാഥ് അർലേക്കർ അംഗീകരിച്ചിരിക്കുകയാണ്. രാജ്നാഥ് അർലേക്കർ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ശുപാർശയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഏറെ വൈകാതെ തന്നെ അതിൻ്റെ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്യും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്തേക്ക് എൻ ശേഷാദ്രിനാഥ്, ജില്ലാ ജഡ്ജി കൂടിയായ എൻ ശേഷാദ്രിനാഥ് എത്തുകയാണ്. 5 വർഷക്കാലത്തേക്കാണ് നിയമനം. ഈ 5 വർഷക്കാലത്തിനിടയിൽ ശേഷാദ്രിനാഥിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിൽ നിന്ന് മാറ്റണമെങ്കിൽ അത് ഗവർണറുടെ അംഗീകാരം വേണ്ടി വരും. സർക്കാരിന് മാറ്റാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കോൺഗ്രസിനകത്ത് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ശേഷാദ്രിനാഥിന്റെ നിയമനം സംബന്ധിച്ച മന്ത്രിസഭയിൽ ഔട്ട് ഓഫ് അജണ്ടയിലാണ് ആ വിഷയം എത്തിയത്. അപ്പോൾ തന്നെ അതിൽ എതിർപ്പുകൾ പുറത്തുനിന്ന് ഉയരുകയും ചെയ്തു. ആദ്യം അതിൽ കത്ത് നൽകിയത് PM നിയാസ് ആണെങ്കിൽ മറ്റു പല നേതാക്കളും പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിൽ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ശേഷാദ്രിനാഥിനെ നിയമിച്ചാൽ എന്നതാണ്. അത്തരം ആശങ്കകൾ കൂടി പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. സംഘപരിവാർ ബന്ധമുള്ളയാളാണ്, ചായ്വുള്ളയാളാണ് ശേഷാദ്രിനാഥൻ എന്ന വാദം കൂടിയുണ്ടായിരുന്നു. സ്വാഭാവികമായും സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായും. കാരണം മന്ത്രിസഭാ യോഗത്തിൽ, ഏറ്റവും ഒടുവിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായി എത്തിയ വിഷയമാണിത്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം. ആ വിഷയം അത് അംഗീകാരം നൽകിയതിന് ശേഷം നേരെ ലോക് ഭവനിലേക്ക് എത്തുകയായിരുന്നു അതിന്റെ ഫയൽ. സ്വാഭാവികമായും ലോക് ഭവനിലെത്തിയ എൻ ശേഷാദ്രിനാഥിനെ നിയമിക്കണമെന്ന ആ ശുപാർശ അത് ഗവർണർ ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ ഇന്ന് അംഗീകാരം നൽകി. കഴിഞ്ഞ 2-3 ദിവസമായി ഈ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒരുപക്ഷെ പുനഃപരിശോധന ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ ഈ പരാതി നൽകിയ PM നിയാസിനുണ്ടായിരുന്നു. പക്ഷേ PM നിയാസ് ഇന്നലെ മുതൽ മുഖ്യമന്ത്രി VD സതീശനുമായി ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തിയെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി അവസരം നൽകിയിരുന്നില്ല.